മാർഗത്തിൽ സ്വന്തം സ്വത്ത് സമർപ്പിക്കാനുള്ള മതപരമായ ഒരു വിശ്വാസത്തെ ഹനിക്കുന്ന അതിന് പരിമിതികൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ BJP ഗവൺമെൻറ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു നിയമമാണ്. ആ നിലക്കാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ എതിർക്കുന്നതുകൊണ്ട് തങ്ങൾ പറഞ്ഞത്, അതായത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു ഇടപെടുക എന്നുള്ളതാണ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന ഒരു നിയമമാണ്. അതുകൊണ്ടാണ് ടോട്ടലായിട്ട് മതേതര കക്ഷികൾ മുഴുവൻ അതിനെ എതിർക്കുന്നത്. അതുതന്നെയാണ് നിലപാട്, അതുതന്നെയാണ് എല്ലാ കക്ഷികളുടെയും നിലപാട്. ഇതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നതാണ്. അപ്പം അതിനൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം ഇപ്പോൾ BJP കൊണ്ടുവരുന്ന ഈ ബില്ലിലുണ്ട് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ പാർലമെൻറ്റിൽ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ വലിയൊരു അപകടം വേറെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ അല്ല, മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഒരു നിയമം കൊണ്ടുവന്നാൽ എല്ലാവർക്കും ബാധകമാണ്. നാളെ മറ്റു ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടിയും അവർ പിടിച്ചെടുക്കും. ഇപ്പം തന്നെ തർക്കമുള്ള പല സ്റ്റേറ്റിലും തർക്കമുള്ളതുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ വലിയ പരാതിയിലാണ്. അവരുടെ ജീവനും സ്വത്തിനും പരിരക്ഷ കൊടുക്കുന്നില്ല എന്ന് പരാതി അവർക്കുണ്ട്. അപ്പോൾ അവരെയൊക്കെ ബാധിക്കുന്ന വിഷയം ഇതിൽ വരും. അവർക്കും സംരക്ഷണം ഉണ്ടാവില്ല. ഇന്ന് ഇതാണെങ്കിൽ നാളെ ഒരു ഭേദഗതിയിലൂടെ വേറെ ആരതും പിടിച്ചെടുക്കാം. വിശ്വാസത്തിൽ ഇടപെടലാണ് ഈ നടക്കുന്നത്. അത് ലാർജർ പെർസ്പെക്റ്റീവിൽ കാണേണ്ട ഒരു വിഷയമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ അതിനെ നഖശിഖാന്തം എതിർക്കുന്നത്. അത് തന്നെയാണ് അതിലെ സ്റ്റാൻഡ്. അത് മനസ്സിലാക്കേണ്ടതാണ്. അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെന്നെ പറയുന്നുണ്ടല്ലോ, ടോട്ടലായിട്ട് ഞങ്ങൾ ഈ ബില്ലിനെ എതിർക്കുന്നില്ല എന്ന് അവരെന്നെ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇത് വേറെ ചില വിഷയങ്ങളിൽ കൊണ്ടുപോയി കെട്ടി ചില ആളുകൾ ദുരുദ്ദേശപൂർവം ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മതേതര കക്ഷികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു നിയമമാണിത്. കാരണം എല്ലാ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങളിൽ വിശ്വാസത്തിൽ ഇടപെടാനുള്ള ഒരു ലൈസൻസാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ വഖഫിനെ പിടിക്കാൻ കാരണം ഇത്ര കാലം വളരെ വ്യവസ്ഥാപിതമായി പോകുന്ന ഒന്ന് വഖഫാണ്. അതെ, വഖഫ് സ്വത്തുക്കളുടെയും അതിൻ്റെ ആ സംരക്ഷണമാണ് വ്യവസ്ഥാപിതമായി രാജ്യത്ത് എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ പിടിക്കുക, എന്നിട്ട് ബാക്കിയുള്ളതിലും കൂടി ഇടപെടുക എന്നൊക്കെ ആയിരിക്കാം അവരുടെ ലക്ഷ്യം. കോൺഗ്രസുമായി ഇന്നലെ വിശദമായിട്ട് ചർച്ച നടത്തിയിരുന്നു ഞങ്ങൾ. ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും പരസ്പരം ആലോചിച്ചിട്ട് തന്നെ എടുത്തൊരു നിലപാടാണ് ഇന്നലെ. ഇന്നും അവർ 12 മണിക്ക് ചർച്ച തുടങ്ങുന്നതിന് മുമ്പൊക്കെ കൂടിയാലോചിക്കുന്നുണ്ട്. വളരെ ക്ലാരിറ്റി ഉള്ള ഒന്നാണ്. കാരണം ഈ വഖഫ് ബില്ല് ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശത്തെ ധ്വംസിക്കുന്ന ഒരുപാട് വകുപ്പുകൾ അതിലുണ്ട്. ഒന്നും രണ്ടും അല്ല, ഒരുപാടുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഒരു പ്രത്യേക പ്രശ്നങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ മുനമ്പത്തുള്ള വിഷയമായിരുന്നു. മുനമ്പത്തുള്ള വിഷയമാണ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അത് രമ്യമായി പരിഹരിക്കണം അല്ലേ? വഖഫിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു ഭൂമിക്കോ അതൊരു വസ്തുതയ്ക്കോ കേസ് വന്നാൽ പിന്നെ അത് ഗവൺമെൻറ്റിലേക്ക് പോവുകയാണ്. പിന്നെ അവിടെ നിയമപരമായിട്ടുള്ള പരിരക്ഷ ആ വഖഫ് സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനെ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മുനമ്പത്ത് ഉള്ള പ്രശ്നത്തിനുള്ള പരിഹാരം എന്നുള്ളത് കേരള ഗവൺമെൻറ് മുൻകൈ എടുത്തത് തീർക്കാവുന്നതേ ഉള്ളൂ. അതിനെ ഇതിമ കൊണ്ടുപോയി കെട്ടിയതൊക്കെ വളരെ ദുരുദ്ദേശപരമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ചിലരെ ചെയ്തതാണ്. മതമേലധ്യക്ഷന്മാരൊക്കെ അന്ന് പ്രശ്നം നല്ല നിലക്ക് പരിഹരിക്കണം എന്നുള്ള നിലക്ക് പറയുന്നതാവും. ഇത് നല്ല നിലക്ക് പരിഹരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഈ സ്റ്റാൻഡ്. അങ്ങനെ തന്നെയാണ്. ഇത് ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ്. മുനമ്പം വിഷയം രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ള നമ്മൾ നേരത്തെ എടുത്ത വിഷയത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന പരിഹരിക്കാനുള്ള വിഷയങ്ങൾക്ക് പിന്തുണ കൊടുക്കുമെന്ന് ഇവിടുത്തെ എല്ലാ സംഘടനകളും പറഞ്ഞ വിഷയത്തിൽ അതിലൊന്നും മാറ്റമില്ല. അതിൽ മാറ്റമില്ല. ഇതിൽ 1ഉം 2ഉം ക്ലോസ് അല്ല, ഒരുപാട് ക്ലോസ് ഉണ്ട്. ഒക്കെ ബോർഡിൻ്റെ ഘടനയെ മാറ്റുകയാണ്. അതുപോലെ തന്നെ ട്രിബ്യൂണലിൻ്റെ വിധി പുനഃപരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് അധികാരം കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ലല്ലോ
ഈ സമിതികളുള്ളത്. അതിലൊക്കെ അതാത് സമുദായങ്ങൾ മാത്രം പാടുള്ളൂ എന്നുള്ളത് ഉണ്ടാകുമ്പോൾ ഈ ഒരു മൈനോറിറ്റിയുടെ കാര്യത്തിൽ പിന്നെ അതിനെയൊക്കെ പിന്നെ വിപുലീകരിക്കുകയാണ്. അങ്ങനെ പല ജാതി പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. വളരെ വർഗീയമായി വിഭാഗീയമായി ഉത്തരേന്ത്യയിലെ ചില ലക്ഷ്യങ്ങളൊക്കെ പ്രത്യേക പ്രോപ്പർട്ടി പിടിച്ചെടുക്കാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന ഒരു നിയമമാണിത്. അതിനെ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. നഖശികാന്ത എതിർക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്ത് നിയമപരമായി ബില്ല് പാസ്സായാലും കോടതിയിൽ പോകും എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇവിടുത്തെ ഒരു പ്രശ്നം അതുമായിട്ട് ബന്ധമില്ല. ഇവിടുത്തെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഇവിടുത്തെ സർക്കാർ എടുക്കുന്ന തീരുമാനവുമായിട്ട് എല്ലാവരും സാധിക്കും. അല്ല, നമുക്ക് അല്ല ഇവിടെ ഇപ്പോൾ നിയമപരമായ രീതിയിൽ മുസ്ലിം ലീഗ് അതിനെ എതിരിപ്പോൾ ഇത് പാസ്സായാൽ തന്നെ കോടതിയിൽ മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്യാൻ പോയി. നിയമപരമായിട്ട് മുസ്ലിം ലീഗ് അതിനെ നേരിടുന്നതാണ്. നിയമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പ്രശ്നം മാത്രം മനസ്സിൽ പറയണ്ട. കേരളം ഒരു കൊച്ചു സ്റ്റേറ്റാണ്. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഉള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വളരെ ലാർജറായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതിനെ ഞങ്ങൾ ബില്ല് പാസ്സായാലും സ്വാഭാവികമായി അതിനെതിരായി കോടതിയിൽ പോവും. ആ കോടതിയിൽ ഫൈറ്റ് ചെയ്യും. അത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് വേറെ, ഇത് വേറെ. മുൻപം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. ഇത് അതിമ കൊണ്ടുപോയി കെട്ടി പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് നടത്തുന്നത് BJPയുടെ ഒരു ആംഗിളാണ്. ആ ആംഗിളിൻ്റെ കൂടെ സ്വാഭാവികമായും മതേതര കക്ഷികൾ ആരും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇടതുപക്ഷമായാലും UDF ആയാലും ബില്ലിനെ എതിർക്കുന്നത്.